എൻ്റെ പേര് രഞ്ജി. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് സ്ക്രാച്ച് പ്രോഗ്രാമിങ്ങിനെ പറ്റിയാണ്. ഓക്കെ, സ്ക്രാച്ച് എന്താണെന്ന് നമുക്ക് നോക്കാം. സ്ക്രാച്ച് MITയുടെ ഒരു പ്രോജക്റ്റാണ്. അതിൽ പ്രോഗ്രാംസ് ഡെവലപ്പ് ചെയ്യുന്നതിനോ ഷെയർ ചെയ്യുന്നതിനോ റൺ ചെയ്യുന്നതിനോ നമുക്ക് പ്രത്യേകിച്ച് കോസ്റ്റ് ഒന്നുമില്ല. സ്ക്രാച്ച് ഡിസൈൻ ചെയ്തിരിക്കുന്നത് 8 to 16 ഇയേഴ്സ് ഓൾഡ് ഏജ് ഗ്രൂപ്പിന് വേണ്ടിയാണ്. പക്ഷേ എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ളവർക്കും അത് പഠിക്കാൻ വളരെ എളുപ്പമാണ്. സ്ക്രാച്ച് 150 കൺട്രീസ് ഉള്ള ആളുകൾ യൂസ് ചെയ്യുന്നുണ്ട്. 40 ലാംഗ്വേജസ് സ്ക്രാച്ച് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്ക്രാച്ചിൻ്റെ സൈറ്റ് എന്ന് പറഞ്ഞാൽ scratch.mit.edu എന്നാണ് അവരുടെ വെബ്സൈറ്റ്. നമുക്ക് 3 ഓപ്ഷൻസ് ഉണ്ട്. അവിടെ പോയി നമുക്ക് ആ വെബ്സൈറ്റിൽ പോയി നമുക്ക് ആ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യാം, എന്നിട്ട് നമ്മുടെ സ്വന്തം സിസ്റ്റത്തിൽ ഇത് വർക്ക് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് അവിടെ ഒരു യൂസർ ID പാസ്വേഡ് ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ പ്രോഗ്രാംസ് അവിടെ ക്രിയേറ്റ് ചെയ്യാം, ആ വെബ്സൈറ്റിൽ തന്നെ സേവ് ചെയ്യാം, അവിടെ തന്നെ റണ്ണും ചെയ്യാം. ഇനി അതല്ലെങ്കിൽ ആ വെബ്സൈറ്റിൽ പോയി നമുക്ക് പ്രോഗ്രാംസ് ക്രിയേറ്റ് ചെയ്യാം, റൺ ചെയ്യാം, എന്നിട്ട് സേവ് ചെയ്ത് നമ്മുടെ ലോക്കൽ കമ്പ്യൂട്ടറിൽ സേവും ചെയ്യാം. നമുക്കിന്ന് അവിടെ ഒരു യൂസർ ID പാസ്വേഡ് ക്രിയേറ്റ് ചെയ്തിട്ട് പ്രോഗ്രാംസ് ആ വെബ്സൈറ്റിൽ തന്നെ സേവ് ചെയ്യുന്ന അവിടെ റൺ ചെയ്യുന്നതായ ഓപ്ഷൻസാണ് നോക്കുന്നത്. അപ്പോൾ നമ്മൾ scratch.mit.edu എന്നുള്ളൊരു പേജിൽ പോയാൽ ഈ പേജാണ് നമുക്ക് ആദ്യം കിട്ടുന്നത്. ഈ പേജിൽ നമ്മൾ 2 ഓപ്ഷൻസാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. സ്റ്റാർട്ട് ക്രിയേറ്റിങ്ങും ജോയിനും. ഇത് കുറേ അധികം ഓപ്ഷൻസ് ഉണ്ട് ഇവിടെ. ക്രിയേറ്റ്, എക്സ്പ്ലോർ, ഐഡിയാസ്, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് വേണ്ടത് ഈ 2. സ്റ്റാർട്ട് ക്രിയേറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രോഗ്രാംസ് ക്രിയേറ്റ് ചെയ്യാം, യൂസർ ID ഒന്നും ഉണ്ടാക്കാതെ തന്നെ. പക്ഷെ നമ്മളിന്ന് പോകുന്നത് ജോയിൻ ചെയ്യാനാണ്. അപ്പോൾ ജോയിൻ ചെയ്യാൻ അവിടെ ആ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ അടുത്ത ഓപ്ഷനിലോട്ട് പോകാം. അപ്പോൾ നമുക്കിനി ചെയ്യേണ്ടത് ഒരു യൂസർ നെയിമും പാസ്വേഡും കൊടുക്കണം. യൂസർ നെയിം അവർ തന്നെ പറയുന്നുണ്ട്, റിയൽ നെയിം ഒന്നും കൊടുക്കണ്ട. എന്നിട്ട് അങ്ങനെ ഒരു യൂസർ നെയിം ഉണ്ടാക്കുക, എന്നിട്ട് ഒരു പാസ്വേഡ് കൊടുക്കുക. എന്നിട്ട് നമുക്ക് നെക്സ്റ്റ് സ്ക്രീനിലോട്ട് പോകാം. നെക്സ്റ്റ് സ്ക്രീനിൽ അവർ ചോദിക്കുന്നത് നമ്മൾ ഏത് കൺട്രിയിലാണ് ഇപ്പം താമസിക്കുന്നത്, ആ കൺട്രി ചൂസ് ചെയ്യുക. ഇത് അവർക്ക് അറിയാൻ വേണ്ടിയാണ്, എത്ര കൺട്രീസിലുള്ളവരാണിത് സ്ക്രാച്ച് യൂസ് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയാണ്. പിന്നെ നമ്മൾ ഏത് മന്ത് ആൻഡ് ഇയറിലാണ് ബോൺ ചെയ്തത്, അത് ആ ഇൻഫോർമേഷൻ കൊടുക്കുക. പിന്നെ നമ്മുടെ ജെൻഡർ കൊടുക്കുക. പിന്നെ ലാസ്റ്റ് നമ്മുടെ ഇമെയിൽ കൊടുക്കുക. ഇതും കൂടി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ട് ക്രിയേറ്റഡ് ആയി. ഈ ഇമെയിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്ക്രാച്ച് ടീമിൽ നിന്നൊരു ഇമെയിൽ നമുക്ക് കിട്ടും. ആ ഇമെയിൽ കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ വെബ്സൈറ്റിൽ ഉണ്ടാക്കുന്ന പ്രോഗ്രാംസ് നമുക്ക് ഷെയർ ചെയ്യാം ബാക്കിയുള്ളവരുമായിട്ട്. ഓക്കെ, അത് ചെയ്തില്ലെങ്കിൽ, കൺഫേം ചെയ്തില്ലെങ്കിൽ നമുക്ക് പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്യാം, പക്ഷേ ഷെയർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇനി നമുക്ക് സ്ക്രാച്ച് പ്രോഗ്രാമിംഗ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഒരു ചെറിയ പ്രോഗ്രാം നമുക്ക് എഴുതുകയും ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ scratch.mit.edu എന്നുള്ള സൈറ്റിൽ വന്നു. ഇപ്പോൾ നമ്മൾ ആ യൂസർ ID ക്രിയേറ്റ് ചെയ്ത യൂസർ ID ലോഗിൻ ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമുക്ക് ആ സ്റ്റാർട്ട് നൗ ഓർ ജോയിൻ എന്നുള്ള ഓപ്ഷൻ ഇപ്പോൾ കാണാത്തത്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ചെയ്യുന്നത് ക്രിയേറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ എഡിറ്ററിലോട്ട് പോവുകയാണ്. ഈ എഡിറ്റർ യൂസ് ചെയ്താണ് നമ്മളതിൻ്റെ പ്രോഗ്രാംസ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതുപോലെ റൺ ചെയ്യാനും അതിനുള്ള ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ നമ്മൾ എഡിറ്ററിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എപ്പോൾ ഡീഫോൾട്ടായിട്ട് നമ്മൾ സ്ക്രാച്ച് ഓപ്പൺ ചെയ്താലും ഒരു ഓറഞ്ച് ക്യാറ്റ് കാണും. ഈ ഓറഞ്ച് ക്യാറ്റിനെ സ്ക്രാച്ചിൽ പറയുന്നത് സ്പ്രൈറ്റ് എന്നാണ്. ഓറഞ്ച് ക്യാറ്റിനെ എല്ലാ ക്യാരക്ടേഴ്സിനെയും പറയുന്നത് സ്പ്രൈറ്റ് എന്നാണ്. നമ്മൾ സ്ക്രാച്ചിൽ കോഡ് എഴുതുന്നത് ഓരോ സ്പ്രൈറ്റിന് വേണ്ടിയാണ്. ഓക്കെ, അപ്പം ഈ സ്പ്രൈറ്റ് നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്ക് വേറെ സ്പ്രൈറ്റിനെ ചൂസ് ചെയ്യാം. അതിനിവിടെ വന്നിട്ട് ചൂസ് എ സ്പ്രൈറ്റ് എന്നുള്ള ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള സ്പ്രൈറ്റ് ചൂസ് ചെയ്യാം. നമുക്ക് ഇന്നത്തെ പ്രോഗ്രാമിന് വേണ്ടി നമുക്ക് ക്യാറ്റ് തന്നെ കീപ്പ് ചെയ്യാം. പിന്നെ ഉള്ളത് നമ്മളിപ്പം പ്ലെയിൻ ബാക്ക്ഗ്രൗണ്ടാണ് ഇവിടെ ഉള്ളത്. ഈ ബാക്ക്ഗ്രൗണ്ടിനെ ഇവിടെ പറയുന്നത് ബാക്ക് ഡ്രോപ്സ് എന്നാണ് സ്ക്രാച്ചിൽ പറയുന്നത്. അത് നമുക്ക് വേറെ ബാക്ക്ഗ്രൗണ്ട്സ് ചൂസ് ചെയ്യാം. അതിന് ചൂസ് എ ബാക്ക് ഡ്രോപ്പ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മതി. തൽക്കാലം നമുക്ക് പ്ലെയിൻ ബാക്ക്ഗ്രൗണ്ട് തന്നെ യൂസ് ചെയ്യാം. പിന്നെ ഇനിയും നമ്മൾ ഫസ്റ്റ് സെക്ഷനിൽ കാണുന്നത് ഒരു 9 കാറ്റഗറീസ് ആണ്. ഈ കാറ്റഗറീസിൽ ഓരോ കാറ്റഗറീസിലും നമ്മൾ കോഡ് ബ്ലോക്സ് കാണും, കുറേ ബ്ലോക്സ് കാണും. ഓക്കെ, സൗണ്ടിൽ പോയി കഴിഞ്ഞാൽ പ്ലേ സ്റ്റാർട്ട് സൗണ്ട്, ലുക്സിൽ പോയി കഴിഞ്ഞാൽ സേ ഹലോ, മോഷനിൽ പോയി കഴിഞ്ഞാൽ മൂവ് 10 സ്റ്റെപ്സ്, ഈവൻറ്റ്സ്, അങ്ങനെ കുറേ കാറ്റഗറീസ് ഉണ്ട് ഇവിടെ.
ഈ കാറ്റഗറീസിലുള്ള ബ്ലോക്സിനെ നമ്മൾ അടുക്കി വെക്കാനുള്ള സ്ഥലമാണ് മൂന്നാമത്തെ സെക്ഷൻ. അങ്ങനെ ചെയ്യുമ്പോഴത് പ്രോഗ്രാമായി. ഒരു ലെഗോ ബ്ലോക്സിൽ നമ്മൾ എങ്ങനെ ലെഗോ ബ്ലോക്സ് ഫിറ്റ് ചെയ്യുന്നു അതുപോലെ ഈ ബ്ലോക്സ് ഫിറ്റ് ചെയ്യുക. അതോടെ നമ്മുടെ പ്രോഗ്രാം റെഡിയായി. അപ്പം നമുക്ക് ഇന്ന് ആദ്യമായിട്ട് നമുക്കൊരു പ്രോഗ്രാം എഴുതാം. ഈ ക്യാറ്റ് ആണ് നമ്മുടെ ക്യാരക്ടർ. അപ്പം ക്യാരക്ടറിനെ ഒന്ന് ക്യാറ്റിനെ ഒന്ന് മൂവ് ചെയ്യിപ്പിക്കുക. അതാണ് നമ്മുടെ ഫസ്റ്റ് പ്രോഗ്രാമായിട്ട് നമുക്ക് എഴുതാം. അപ്പം നമുക്ക് ഇതിനൊരു പേര് കൊടുക്കാം. ഈ പ്രൊജക്റ്റിനൊരു പേര് കൊടുക്കാം, മൂവിങ് ക്യാറ്റ്. ഇപ്പം നമ്മളുടെ ഉദ്ദേശം എന്തെന്ന് പറഞ്ഞാൽ ഈ എഴുതുന്ന പ്രോഗ്രാം നമ്മൾ ഇവരുടെ വെബ്സൈറ്റിൽ തന്നെ സേവ് ചെയ്യാനാണ് നമ്മൾ പരിപാടി ഇട്ടിരിക്കുന്നത്. ഓക്കെ, ഇപ്പം നമ്മൾ ഫസ്റ്റായിട്ട് നമ്മൾ ഈവൻസ് എന്നുള്ള കാറ്റഗറി പോയിട്ട് വെൻ ക്ലിക്ഡ് ഈ ഓപ്ഷൻ എടുക്കുന്നു. അതായത് നമ്മൾ പറയാണ് നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഫ്ലാഗിൽ ഗ്രീൻ ഫ്ലാഗിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെയാണ് നമ്മുടെ ഫസ്റ്റ് ഇത് ഉദ്ദേശിക്കുന്നത്. വെൻ ക്ലിക്ഡ് എന്ത് വേണം? നമ്മുടെ ക്യാറ്റ് ഒന്ന് മൂവ് ചെയ്യണം 10 steps. ഇപ്പോൾ കണ്ടോ ഈ ബ്ലോക്സ് തമ്മിൽ കറക്റ്റായിട്ട് ലോക്ക് ആയിട്ടുണ്ട്. ഇനിയിപ്പം വേറൊരു ഇപ്പം നമ്മൾ റിലേറ്റഡ് അല്ലാത്തൊരു ബ്ലോക്ക് ആണെങ്കിൽ അത് അങ്ങനെ ഇത് ചെയ്യില്ല, ലോക്ക് ആകില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഇവൻസിൽ നിന്ന് വേറൊരു ബ്ലോക്ക് എടുത്തു, വെൻ ഇവൻ കീപ് ഫസ്റ്റ്. അപ്പോൾ അത് തമ്മിൽ അങ്ങോട്ട് ലോക്ക് ആവുന്നില്ല. അപ്പോൾ ഇതൊരു കോഡ് ബ്ലോക്ക് ആകില്ല. ഓക്കെ, ലാസ്റ്റ് വൺ ഇവിടെ ചേരാത്തതാണ്. അപ്പോൾ നമുക്ക് അതെപ്പോഴും ശ്രദ്ധിക്കണം. ഈ ബ്ലോക്സ് എപ്പോഴും ഒരു ലെഗോ ബ്ലോക്സ് പോലെ ഇങ്ങനെ യോജിപ്പിച്ച് കൊണ്ടുവരണം. അപ്പോഴേ അതൊരു പ്രോഗ്രാം ആകുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് വേണ്ടാത്ത ബ്ലോക്കാണ്. നമുക്ക് ഒന്നുകിൽ ഇങ്ങോട്ട് തന്നെ തിരിച്ച് ഡ്രാഗ് ചെയ്യാം, അങ്ങനെ കളയാം. അല്ലെങ്കിൽ നമുക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഡിലീറ്റ് ബ്ലോക്ക് എന്ന് പറയാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്രോഗ്രാം. നമ്മൾ ഫസ്റ്റ് പ്രോഗ്രാം എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാണാം ഇവിടെ ഒരു സേവ് നൗ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും. ആ സേവ് നൗ എന്നുള്ള ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ പ്രോഗ്രാം ഇടയ്ക്കിടയ്ക്ക് നമുക്കിങ്ങനെ നമ്മുടെ വെബ്സൈറ്റിൽ സേവ് ചെയ്യാം. ഓക്കെ, സേവ് ചെയ്യണമെന്നില്ല, പ്രോഗ്രാം റൺ ചെയ്യാം. പക്ഷെ സേവ് ചെയ്യുന്നൊരു നല്ലൊരു ഹാബിറ്റാണ്. അപ്പോൾ നമുക്ക് പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാൻ പോവുകയാണ് നമ്മളിപ്പം. അപ്പോൾ നമുക്ക് കാണാം നമ്മൾ ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്തു, നമ്മുടെ ക്യാറ്റ് ഒരു 10 steps മൂവ് ചെയ്യുന്നുണ്ട്. കൊള്ളാം, ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്രോഗ്രാം. അപ്പം നമുക്കിത് ഇനിയും കുറച്ചുകൂടെ ഒന്ന് എൻഹാൻസ് ചെയ്യാം. ഇതിപ്പം ക്യാറ്റ് ഒരു 10 steps മൂവ് ചെയ്തു. ഓക്കെ, ഈ 10 സ്റ്റെപ്സിനെ തന്നെ നമുക്ക് -10 കൊടുത്താൽ ക്യാറ്റ് പുറകോട്ട് വരും. ഓക്കെ, എന്താ അപ്പോൾ ക്യാറ്റ് പുറകോട്ട് വരാൻ -10 കൊടുത്താൽ മതി. +10 കൊടുത്താൽ ക്യാറ്റ് മുന്നോട്ട് പോകും. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ ചെറുതായിട്ട് എൻഹാൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൺട്രോൾ ബ്ലോക്കിൽ പോയിട്ട് കാറ്റഗറി പോയിട്ട് നമ്മൾ അവിടെ നിന്ന് ഒരു റിപ്പീറ്റ് എന്നുള്ളൊരു ബ്ലോക്ക് എടുത്തു. എന്നിട്ട് നമ്മൾ വീണ്ടും അതിനെ ഫിറ്റ് ചെയ്യുന്നു. റിപ്പീറ്റ് ചെയ്യുന്ന എന്താണ്? ഈ 10 steps മൂവ് ചെയ്യുന്നത് 10 times റിപ്പീറ്റ് ആവട്ടെ. കൊള്ളാം. അപ്പം നമ്മുടെ പ്രോഗ്രാം വീണ്ടും 10 times ഈ 10 steps മൂവ് ചെയ്തു. അപ്പം ഇതിന് നമുക്കൊരു റിപ്പീറ്റ് ചെയ്യുന്ന ഒരു 200 times ആക്കാം. ക്യാറ്റ് കുറച്ചൊന്ന് ഓടട്ടെ, നമുക്കന്ന് കാണാം. ഒരു പ്രശ്നം പറ്റി, ക്യാറ്റ് ഓടി അങ്ങ് പോയി. നമുക്ക് പക്ഷേ അതല്ല വേണ്ട, എഡ്ജിൽ പോകുമ്പോൾ ഇത് തിരിച്ചു കൊണ്ടുവരട്ടെ. ഇവരെ ഡ്രാഗ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്നു. നമുക്ക് അവിടെ പോയി കഴിയുമ്പോൾ അത് തിരിച്ച് ഇങ്ങോട്ട് വരണം എന്നായിരുന്നു നമ്മുടെ ഉദ്ദേശം, അല്ലേ? അവിടെ പോയി എഡ്ജിൽ പോയി. അപ്പം നമ്മൾ അങ്ങനെ ഒരു ഓപ്ഷൻ ഈ മോഷനിലുണ്ടോ എന്ന് നോക്കാം. മോഷൻ കാറ്റഗറിയിൽ നമ്മൾ സ്ക്രോൾ ചെയ്ത് നോക്കി, ഈ ഫോൺ എഡ്ജ് ബൗൺസ് അങ്ങനെ ഒരു ഓപ്ഷൻ കാണും. അപ്പം നമ്മൾ ആ മൂവ് 10 steps കഴിഞ്ഞിട്ട് ഈ ഫോൺ എഡ്ജ് ബൗൺസ് എന്നുള്ളൊരു ഓപ്ഷൻ എടുത്തു. അപ്പം നമ്മളിനി അതൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പം നമ്മൾ കുറേ തവണ ക്യാറ്റ് റൺ ചെയ്യുന്നുണ്ട്. ഇടയ്ക്ക് വെച്ച് നമ്മുടെ പ്രോഗ്രാം നിർത്തണമെങ്കിൽ നമുക്ക് ഈ സ്റ്റോപ്പ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. ഇപ്പോൾ ഒരു പ്രശ്നം നിങ്ങൾ കണ്ടു കാണും, ക്യാറ്റ് തിരിച്ചു വരുമ്പോൾ തലകുത്തിയാണ് വരുന്നത്. അത് ഒന്ന് കറക്റ്റ് ആക്കാം നമുക്ക്. അപ്പം നമ്മൾ വീണ്ടും ആ മോഷനിൽ തന്നെ നമ്മൾ നോക്കി എന്തെങ്കിലും രക്ഷയുണ്ടോ എന്ന്. അപ്പം സെറ്റ് റൊട്ടേഷൻ സ്റ്റൈൽ എന്ന് പറയുന്നൊരു ബ്ലോക്ക് കണ്ടു. സെറ്റ് റൊട്ടേഷൻ സ്റ്റൈൽ നമ്മൾ നോക്കി, നമുക്ക് ലെഫ്റ്റ് റൈറ്റ് എടുക്കാം. അപ്പോൾ അവിടെ പോയി ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലെഫ്റ്റിലോട്ട് വരട്ടെ, ഇവിടെ പോയി ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റൈറ്റിലോട്ട് വരട്ടെ. വേറെ ഓപ്ഷൻസ് എന്തൊക്കെയാണെന്ന് ആരോയിൽ ക്ലിക്ക് ചെയ്താൽ കാണാം. ഡോണ്ട് റൊട്ടേറ്റ് എന്ന് പറഞ്ഞാൽ പോയ പോലെ തന്നെ പുറകോട്ട് നടക്കും. അതുപോലെ ഓൾ അറൗണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പോൾ ഉണ്ടായിരുന്ന ഓപ്ഷൻ തല കുത്തി വരുന്നത്. നമ്മൾ തൽക്കാലം ലെഫ്റ്റ് റൈറ്റ് ഇട്ട് നോക്കാം. ഇപ്പം നമ്മുടെ ക്യാറ്റ് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അത് കൊള്ളാം അല്ലേ? അപ്പം നമുക്കിനി
ഒരു കാറ്റഗറിയിൽ നിന്ന് കൂടെ ഒരു ഓപ്ഷൻ എടുത്തിട്ട് ഈ പ്രോഗ്രാം നമുക്ക് നിർത്താം. അപ്പം നമുക്ക് പറയാം ഈ സ്റ്റാർട്ട് സൗണ്ട് മിയാവും. അത് ക്യാറ്റ് നടന്നെല്ലാം കഴിയുമ്പോൾ ക്യാറ്റ് ഒന്ന് കരഞ്ഞു പറയട്ടെ, ഞാൻ നടത്തമെല്ലാം നിർത്തി. അപ്പോൾ ക്യാറ്റ് നടക്കുന്നു, നടത്തമെല്ലാം കഴിയുമ്പോൾ ക്യാറ്റ് പറയുന്നു ഞാൻ നടന്നു എന്ന്. ഒരു കരച്ചിൽ കരയുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്രോഗ്രാം. നമ്മളിതിനെ സേവ് ചെയ്യുന്നു. അപ്പം നമ്മൾ ഇടയ്ക്ക് നമ്മൾ പറഞ്ഞു നമ്മൾക്ക് നമ്മുടെ പ്രോഗ്രാംസ് ഇവിടെ ക്രിയേറ്റ് ചെയ്താൽ, ഇവരുടെ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്താലും നമ്മുടെ ലോക്കൽ കമ്പ്യൂട്ടറിൽ സേവ് ചെയ്യാമെന്ന് പറഞ്ഞു. അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് ക്വിക്കായിട്ട് നോക്കാം. ഫയൽ എന്നുള്ള ഒരു ഓപ്ഷനിൽ വന്നിട്ട് സേവ് ടു യുവർ കമ്പ്യൂട്ടർ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ആ സേവ് ടു യുവർ കമ്പ്യൂട്ടറിന് ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഇപ്പോൾ എഴുതിയ ഈ കോഡ് ബ്ലോക്ക് നമ്മുടെ കമ്പ്യൂട്ടറിൽ വന്നു. അത് നമുക്ക് നമ്മുടെ ഡൗൺലോഡ്സിൽ പോയാൽ കാണാം. ഈ ഫയൽ നമ്മുടെ കമ്പ്യൂട്ടറിൽ വന്നു. ഇത് നമുക്ക് നമ്മുടെ കൂട്ടുകാർക്ക് വല്ല ഇമെയിലായിട്ട് വല്ല അയച്ചു കൊടുക്കണമെങ്കിൽ കൊള്ളാം. അതല്ലെങ്കിൽ നമുക്ക് പിന്നീടൊരു ആവശ്യത്തിന് നമ്മുടെ കമ്പ്യൂട്ടറിൽ നമ്മളത് സ്റ്റോർ ചെയ്യുകയാണ് നമ്മുടെ പ്രോഗ്രാംസ് എല്ലാം, അതിന് വേണ്ടി ചെയ്യാം. അല്ലെങ്കിൽ അവരുടെ വെബ്സൈറ്റിൽ തന്നെ സേഫറാണ്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ഫസ്റ്റ് പ്രോഗ്രാം കഴിഞ്ഞു. ഇനി നമുക്കിതിനെ ചെറുതായിട്ടൊന്നുകൂടെ എൻഹാൻസ് ചെയ്യാം അല്ലേ. നമ്മളിപ്പോൾ പ്ലെയിൻ ബാക്ക്ഗ്രൗണ്ടിൽ കൂടാണ് നമ്മുടെ ക്യാറ്റ് നടക്കുമ്പോൾ ഒരു രസമൊക്കെ വേണ്ടേ. നമുക്ക് ബാക്ക് ഡ്രോപ്സ് ഒന്ന് ചേഞ്ച് ചെയ്യാം. നടക്കുമ്പോൾ നമ്മൾ ബീച്ചിലൊക്കെ നടക്കുന്നതല്ലേ കുറച്ചുകൂടി രസം. അപ്പം നമുക്കൊരു ബീച്ച് ബാക്ക് ഡ്രോപ്പ് എടുക്കാം. ബീച്ച് ബാക്ക് ഡ്രോപ്പ് എടുത്തപ്പം ഒരു ഭംഗിയായി. പക്ഷെ ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാൻ ഈ ബാക്ക് ഡ്രോപ്പ് മാത്രമേ ചേഞ്ച് ചെയ്തുള്ളൂ. കോഡിൽ ഒരു ചേഞ്ചും വരുത്തിയിട്ടില്ല. കോഡ് പഴയ പോലെ റൺ ചെയ്യും. ഇപ്പം നമ്മൾ ക്യാറ്റ് ഒരു പ്രശ്നവുമില്ല, നമ്മൾ കോഡിൽ ഒരു ചേഞ്ചും ചെയ്തില്ല. നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ജസ്റ്റ് ചേഞ്ച് ചെയ്ത് അപ്പോൾ തന്നെ കോഡ് റൺ ചെയ്യും. ഓക്കെ, ഇനി നമുക്കൊരു ഇത്തിരി കൂടി മോഡിഫിക്കേഷൻ വേണമെങ്കിൽ നമുക്ക് നോക്കാം. ഇപ്പോൾ ഒറ്റയ്ക്ക് എങ്ങനെയാണ് ക്യാറ്റ് നടക്കുക? ബീച്ചിലാണെങ്കിലും ഒറ്റയ്ക്ക് നടക്കുമ്പോൾ ഒരു കമ്പനിയൊക്കെ വേണ്ടേ, ബോറടിക്കില്ല ഇല്ലെങ്കിൽ. അപ്പോൾ നമുക്ക് ക്യാറ്റിന് കുറച്ച് കൂട്ടുകാരെ കൊടുക്കാം. അതെങ്ങനെ കൊടുക്കും? നമ്മൾ ഈ സ്പ്രൈറ്റ് വന്നിട്ട് നമുക്ക് വേറൊരു ക്യാറ്റിനെ കൂടി കൊടുക്കാം. ഇപ്പോൾ ഇവിടെ വന്നിട്ട് സ്പ്രൈറ്റ് വന്നിട്ട് ഡ്യൂപ്ലിക്കേറ്റ് എന്നുള്ളൊരു ഓപ്ഷന് ക്ലിക്ക് ചെയ്തു. അപ്പം നമുക്ക് വേറൊരു സ്പ്രൈറ്റിനെ കിട്ടും. അവൻ പുറകെ നിൽക്കട്ടെ, രണ്ടാമത് വന്നിട്ട് മുന്നിൽ കയറാന്ന് പറഞ്ഞാൽ മോശമല്ലേ. നമുക്ക് വീണ്ടും ഒരു ക്യാറ്റിനെ കൂടെ ഉണ്ടാക്കി കൊടുക്കാം. അവർ രണ്ടുപേരും പതുക്കെ പുറകെ നടക്കട്ടെ, കൂട്ടിമുട്ടുണ്ടാകും. ഇപ്പം നമ്മൾ ഈ 3 ക്യാറ്റിനെ ക്രിയേറ്റ് ചെയ്തു. ഇനിയിപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു നമ്മൾ കോഡ് എഴുതുന്നത് ഓരോ സ്പ്രൈറ്റിന് വേണ്ടിയാണ്. നമ്മളിപ്പോൾ ഫസ്റ്റ് സ്പ്രൈറ്റിന് വേണ്ടിയാണ് നമ്മൾ ഈ കോഡ് ബ്ലോക്ക് മുഴുവൻ എഴുതിയത്. നമ്മളിവിടെ രണ്ടാമത്തെ സ്പ്രൈറ്റിൽ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കറിയാം കോഡ് ബ്ലോക്ക് മുഴുവൻ കോപ്പിയായി. മൂന്നാമത്തേനും കംപ്ലീറ്റ് കോപ്പിയായി. നമുക്ക് വേണമെങ്കിൽ ഒരു ചെറിയ ചേഞ്ചസ് കൂടെ വരുത്താം. നമ്മൾ പറയുന്നു ആദ്യത്തെ ക്യാറ്റ് മാത്രം, നമ്മുടെ ഒറിജിനൽ ക്യാറ്റ് ഫസ്റ്റ് വൺ, അവൻ മാത്രം നടത്തം കഴിഞ്ഞ് കരഞ്ഞാൽ മതി, ബാക്കിയുള്ളവരൊന്നും കരയണ്ട. അങ്ങനെ പറയുകയാണെങ്കിൽ നമുക്ക് ലാസ്റ്റ് ബ്ലോക്കിൽ നിന്ന് സെക്കൻഡ് ക്യാറ്റിൽ നിന്ന് തേർഡ് ക്യാറ്റിൽ നിന്ന് നമുക്ക് ലാസ്റ്റ് ബ്ലോക്കിനെ എടുത്ത് ഇത് ചെയ്യാം. ഓക്കെ, അവർ ഇത്തിരി കൂടെ ഒന്ന് മാറി നിൽക്കട്ടെ. ഓക്കെ, ഇപ്പം ഞാൻ ഫസ്റ്റ് ബ്ലോക്കിൽ മാത്രമേ, ഫസ്റ്റ് ക്യാറ്റിന് മാത്രമേ ഞാൻ മ്യാവ് സൗണ്ട് വെച്ചിട്ടുള്ളൂ. ബാക്കി ആ 2 പേർക്ക് ഇത് വെച്ചിട്ടില്ല. ഇനി നമുക്കൊന്നുകൂടെ ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ എല്ലാ ക്യാറ്റ് റൺ ചെയ്യുന്നുണ്ട്, എല്ലാവർക്കും അവരവരുടേതായ കോഡുണ്ട്. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്രോഗ്രാം. അപ്പം നിങ്ങളിതൊന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കി, ക്രിയേറ്റ് ചെയ്ത് നോക്കി ഇങ്ങനത്തെ പ്രോഗ്രാംസ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻസിലിടും. അടുത്ത തവണ നമുക്ക് പുതിയൊരു പ്രോഗ്രാമുമായിട്ട് ഒരു വേറിട്ട സ്റ്റൈലുമായിട്ടൊക്കെ വേറെ സ്റ്റൈലിലൊക്കെ നമുക്ക് നോക്കാം. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.